നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഏറെ ജനപ്രീതി നേടിയ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ താരമാണ് ഷിയാസ് കരീം. മോഡലിംഗിലൂടെ മുൻപ് ശ്രദ്ധ നേടിയിട്ടുള്ള ഷിയാസ് ബിഗ് ബോസിലെത്തിയതോടെ താരമായി മാറുകയായിരുന്നു. തുടർന്നാണ് സിനിമയിൽ നിന്നും അവസരങ്ങൾ ലഭിക്കുന്നത്. ഇന്ന് സ്റ്റാർ മാജിക് ഷോയിലൂടെ ടെലിവിഷനിലും സജീവ സാന്നിധ്യമാണ് ഷിയാസ്. ഫിറ്റ്നസ് കാര്യത്തിലൊക്കെ ശ്രദ്ധാലുവായ ഷിയാസിന് സോഷ്യൽ മീഡിയയിൽ ഒക്കെ നിരവധി ആരാധകരാണുള്ളത്. അടുത്തിടെയാണ് നടനെതിരെ പീഡന ആരോപണം ഉയർന്നു വന്നിരുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ചാണ് താരത്തിന്റെ സുഹൃത്തായിരുന്ന യുവതി പോലീസിൽ പരാതി കൊടുത്തത്. ഇതിന് തൊട്ടടുത്ത ദിവസമാണ് ഷിയാസിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത്. പ്രതിശ്രുത വധുവിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുകയും ഇരുവരുടെ വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. ഇപ്പോഴിതാ ഈ പരാതിയിൽ പരാതിക്കാർക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഷിയാസ് കരീം. ഇങ്ങനൊരു പരാതി അവർ നൽകുമെന്ന് താൻ ഒരിക്കലും പ്രതികരിച്ചിരുന്നില്ലെന്ന് ഷിയാസ് കരീം പറയുന്നു. താൻ നിരപരാധിയാണെന്ന് വാദിച്ച ഷിയാസ് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയും ചെയ്തു. ഈ സ്ത്രീക്ക് മകനുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് താൻ അവരിൽ നിന്നും അകന്നതെന്നും പറ്റിക്കപ്പെട്ടത് താനാണെന്നും ഷിയാസ് കരീം പറയുന്നു. കുറേ നാളായി എൻ്റെ പിന്നാലെ നടന്ന് അവർ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. പൈസ കൊടുത്ത് തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ പൈസ കുറച്ചു കൊടുത്തു. എൻ്റെ എൻഗേജ്മെന്റ് ആയെന്ന് ആരൊക്കെയോ പറഞ്ഞറിഞ്ഞു. FIR എഴുതാൻ ഞാൻ ഫോട്ടോ ഇടുന്നത് നോക്കിയിരുന്നു. അതൊന്നും കാര്യമാക്കുന്നില്ലെന്ന് ഷിയാസ് കരീം പറയുന്നു. ഒരാൾക്കെതിരെ ഒരു കേസല്ലേ കൊടുക്കാൻ പറ്റൂ, ഇനി കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്നെ പറ്റിക്കുന്ന ആളോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റില്ല. പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി അവരോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. അവർക്ക് വിവാഹം കഴിഞ്ഞ് കുട്ടിയുണ്ട്. സ്വന്തം മകനെ അനിയനെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. അവർക്കൊരു ബ്രദറുണ്ട്. മകൻ ഉണ്ടെങ്കിലും വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. ഇക്കാര്യം ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും ഞാൻ ആലോചിച്ചേനെ. സഹോദരി കരയുന്നെന്ന് കരുതി ഞാൻ കടയിൽ നിന്നും വാങ്ങിക്കൊടുക്കുന്ന മിഠായി അല്ലെന്ന് ഞാൻ പറഞ്ഞു. അവർക്ക് തന്നോട് ദേഷ്യമുണ്ടെന്ന് ഷിയാസ് പറയുന്നു. അബുദാബിയിൽ ജിമ്മിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോഴാണ് ഇവരുടെ ഭർത്താവിനെ ആദ്യമായി കാണുന്നത്. എൻ്റെ സുഹൃത്തിന്റെ സുഹൃത്താണ് അദ്ദേഹം. എൻ്റെ അടുത്ത് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു. അവരുടെ ജീവിതം ട്രാജഡി ആയിരുന്നു. പുള്ളിക്കാരി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹവുമായി റിലേഷനിലായി. ബീച്ചിൽ പോയപ്പോൾ നാട്ടുകാർ പിടിച്ചു. അങ്ങനെ കല്യാണം നടത്തിയതാണ്. അദ്ദേഹം എന്നോട് വിഷമത്തിൽ സംസാരിച്ചു. മകനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഷോക്കായി. അപ്പോഴാണ് അത് മകനാണെന്ന് ഞാൻ അറിയുന്നത്. പിന്നെ അവരെ വിളിച്ച് ഞാൻ കുറേ പറഞ്ഞു. മരിച്ചാൽ പോലും നിങ്ങളെ കാണില്ല, നിങ്ങളുമായൊരു ബന്ധത്തിന് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഈ സ്ത്രീ കാരണം തന്റെ വിവാഹം മുടങ്ങിയ കാര്യം ഷിയാസ് കരീം ചൂണ്ടിക്കാട്ടി. കല്യാണം മുടക്കുക എന്ന സമൂഹത്തിന് മുന്നിൽ നാറ്റിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ വിചാരിച്ചത് ഷിയാസ് കരീം ഈ കേസോടെ തീർന്നു എന്നാണ്. തെറ്റ് ചെയ്തെങ്കിൽ എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല. ഞാൻ ആരെയും റേപ്പ് ചെയ്തിട്ടില്ല. വിവാഹ വാഗ്ദാനം കൊടുത്തിട്ടും ഒന്നും ചെയ്തിട്ടുമില്ല. ആ സ്ത്രീക്ക് എന്നേക്കാളും പ്രായമുണ്ട്. തനിക്കെതിരായ കേസ് കൊടുക്കുമ്പോൾ ആ സ്ത്രീയുടെ വിവാഹം കഴിഞ്ഞതാണെന്നും കുട്ടിയുണ്ടെന്നും പോലീസിന് അറിയില്ലായിരുന്നുവെന്നും ഷിയാസ് കരീം പറയുന്നു. ഇക്കാര്യം വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് മാത്രം സംസാരിച്ചിരുന്നു. കുടുംബം എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു പണി വരും, സൂക്ഷിക്കണമെന്ന് ആ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു. പക്ഷെ ആ സ്ത്രീ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് കേസ് കൊടുക്കുമെന്നും മനസ്സിൽ പോലും വിചാരിച്ചില്ലെന്നും ഷിയാസ് കരീം വ്യക്തമാക്കി. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.